ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കോവിഡ് സിറ്റുവേഷൻ അപഗ്രഥിച്ചുകൊണ്ടാണ് കാര്യങ്ങളുടെ തുടക്കം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ രോഗികളുടെ എണ്ണം, ഇന്നലെ കണ്ടെത്തിയ രോഗികളുടെ എണ്ണം വളരെ കുറവാണ്. 47,305 പേര് മാത്രമേ ഉള്ളൂ. അതിൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് സംതിങ് അബൌട്ട് 12,000. 12,118 പേര് ഈ 47,300 അല്ല ടോട്ടൽ 4,03,105 അത് ഇതുവരെയുള്ള ഈ ആക്റ്റീവായിട്ടുള്ള കേസസാണ്. അപ്പോൾ ഇന്നലത്തെ ഈ കണക്കും പ്രകാരം കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ രോഗികളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ 4,70,105 എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 10,000ങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുമുണ്ട് ദേശീയ തലത്തിലുള്ള രോഗികളുടെ കണക്ക്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് കേരളത്തിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 12,108 ആണ്. ഈ 12,108 എന്ന് പറയുമ്പോൾ കേരള എലോൺ, അതായത് കേരളം മാത്രമായിട്ട് മൊത്തം രോഗികളുടെ കൂട്ടത്തിൽ 23.71% കേരളത്തിൻ്റെ രോഗികളാണ്. അതായത് നമ്മളിപ്പോൾ ഉൽപ്പാദന രംഗത്തൊക്കെ വളരെ പിന്നിലാണ്, നമ്മളൊരു ഉപഭോഗ സമൂഹമാണെന്നെങ്കിൽ പറയുന്നെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്നത് തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായിട്ടെങ്കിലും കോവിഡ് രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതായത് ഒരു ഇന്ത്യയിൽ ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോവിഡ് രോഗികളുടെ 25% കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ വകുപ്പിന് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്ത് വെച്ചിട്ടാണ്, എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഇതെന്നുള്ളത് പിന്നെ ഞാനിതിൻ്റെ കണക്കുകൾ വെറുതെ പറയുകയാണ്. എന്നിട്ട് റിക്കവറി റേറ്റ് പറയുന്നുണ്ട്, TPR റേറ്റ് പറയുന്നുണ്ട്. TPR റേറ്റ് പലയിടത്തും 2ഉം 3ഉം ഒക്കെയാണ്. റിക്കവറി റേറ്റ് പറയുന്നുണ്ട്. രാജസ്ഥാനാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അവിടെ 78.1. ഇവിടെ കണക്കുകളൊക്കെ എനിക്ക് കൺഫ്യൂസിങ് ആണ്. കാര്യം കഴിഞ്ഞാൽ ഒരു ഭാഗത്തൂടെ പറയുന്നുണ്ട് ദേശീയമായിട്ടുള്ള റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് 94.6 ആയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്ക് ഹയസ്റ്റ് റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് 78.7 രാജസ്ഥാനിലാണ്. ആ കാര്യത്തിൽ റിക്കവറി റേറ്റിൻ്റെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ ഈ രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ തന്നെയാണ് 1ാം സ്ഥാനത്ത്. അതേസമയം റിക്കവറി രോഗമുക്തിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ താഴെയാണ്. കേരളത്തിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52% കേരളത്തിലെ റിക്കവറി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു എന്നർത്ഥമല്ല, ബാക്കിയുള്ളവരെ എല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗമാണ് എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥിരം രോഗികളായിട്ട് പീഡിപ്പിക്കുകയും കഴിയുമെങ്കിൽ റെംഡെസിവിർ കൊടുത്ത് അവരുടെ ജീവിതം ഇല്ലാതാക്കി തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിക്കവറി റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നിലാണ്. ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. റിക്കവറി റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മളെ കടന്നു പോയിട്ടുള്ള 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ. അതായത് മഹാരാഷ്ട്ര പോലും മഹാരാഷ്ട്ര നമ്മളെക്കാൾ 1% താഴെയാണ്, 51%. നമ്മൾ 52% അവിടെ റിക്കവറി റേറ്റ് കുറച്ചുകൂടെ താഴെയാണ്. പിന്നെ തെലുങ്കാനയും ആന്ധ്രയും മാത്രമാണുള്ളത്. തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളിലാണ്. തെലുങ്കാനയിലും ആന്ധ്രയിലും 40കളിലാണ്, 41, 42 നിൽക്കുന്നത് റിക്കവറി റേറ്റ്. മഹാരാഷ്ട്രയിൽ 51, നമ്മൾ 52 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. റിക്കവറി റേറ്റിൽ ഏറ്റവും കുറഞ്ഞ റിക്കവറി റേറ്റ്, രോഗമുക്തിയുടെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റുകളിൽ നമ്മൾ ഏറ്റവും താഴെ പടിയിൽ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇതൊക്കെ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാരുടെയും കുറ്റമല്ല. കാര്യം വെച്ചാൽ ഇതിനൊന്നും ഒരു പൊതു മാനദണ്ഡവുമില്ല. ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായ തരത്തിൽ ഈ തരത്തിൽ രോഗത്തെ അളക്കുകയും രോഗമുക്തിയെ അളക്കുകയും രോഗികളുടെ എണ്ണത്തെ തിട്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതായത് ഒരു പൊതുവായ ശാസ്ത്രീയ മാനദണ്ഡത്തിൻ്റെ പേരിലല്ല നടക്കുന്നത്. അങ്ങനെ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മുടെ ഈ പറഞ്ഞില്ലേ ഒരു 15,000-ഓളം പേര് ദിവസവും ഈ രോഗം അവരിൽ കണ്ടെത്തി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഡെത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ പണ്ട് മുതലേ നമ്മൾ വളരെ മുന്നിലാണ്. ഇപ്പോൾ കൂടുതൽ കോവിഡ് രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ, അതായത് സെക്കൻഡ് റൗണ്ട് വരുമ്പോഴാണ് ആഫ്റ്റർ റെംഡെസിവിർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതൊരു വലിയൊരു മാറ്റമാണത്. അത് കാരണം ഈ പറയുന്ന ഈ റെംഡെസിവിർ പ്രയോഗിച്ചിട്ടുള്ള രോഗികളുടെ എണ്ണത്തിൽ മരണവർദ്ധന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അതാണ് പറഞ്ഞത്, അതൊരു ഷിഫ്റ്റ് ഇൻ പോളിസിയാണ് അവരുടേത്. ഒരു സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഈ ഒരു ചുവടുമാറ്റത്തിൽ നിന്ന് ഉൽപ്പന്നമായതാണ്. മറ്റ് രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പതുക്കെ പതുക്കെ തലവലിച്ചു, ഈ സെക്കൻഡ് വേവിൽ നിന്ന് തലവലിച്ചു. ഇന്ത്യ മാത്രം ഏറ്റവും കൂടുതൽ സെക്കൻഡ് വേവ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ രോഗികളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാത്രം വന്നു. ഈ പോസിറ്റിവിറ്റി റേറ്റിൻ്റെ കാര്യത്തിന് ഇന്ത്യ ഏറ്റവും മുന്നിൽ വന്നു. കാര്യത്തിൽ ഇവിടെ കുറച്ച് ജനസംഖ്യ കൂടുതലാണ്, അതുകൊണ്ട് വരും, സ്വാഭാവികമായിട്ടും വരും. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞില്ലേ ഒരു ലോക റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഇന്ത്യ. ഇത്ര 40 കോടി ടെസ്റ്റുകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. 40 കോടി ടെസ്റ്റുകൾ നടത്തിയിട്ട് ലോകത്തിലെ വേറെ ഏത് രാജ്യത്തെക്കാളും, ഇപ്പോൾ ചൈനയിൽ ചൈനയാണ് ഇന്ത്യക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള മറ്റൊരു രാജ്യം. ഇപ്പോൾ ചൈനയിൽ എത്ര ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് ആര് വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ആകെ 3000 പേര് മരിച്ചിട്ടുണ്ടെന്ന് ആദ്യത്തെ റിപ്പോർട്ട് വന്നതല്ലാതെ പിന്നെ അവിടെ മരണം നടന്നതായിട്ടും റിപ്പോർട്ടൊന്നുമില്ല. ആ 3000 പേര് തന്നെ അവർ പറയുന്ന അവിടെ സാധാരണ ടുബാക്കോ ഉപയോഗിക്കുന്ന വുഹാൻ ഈ പ്രവിശ്യ എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ഥലമാണ്. ഇതിനകത്ത് ഒരു മിസ്റ്ററി ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു മിലിറ്ററി ഒളിമ്പിക്സിനായിട്ട് ചൈനയിലേക്ക് ആൾ പോകുന്നു, US ആൾ പോകുന്നു. ആൾ പോയിട്ട് അവർ മടങ്ങി വരുമ്പോഴത്തേക്കാണ് ഈ പ്രതിഭാസം ചൈനയിലുണ്ടായി എന്ന് പറയുന്നത്. ഇത് ആർക്ക് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ CDC എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാപനത്തിൽ നിന്ന് ടെസ്റ്റ് കിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ വൈറസിനെയും കൂടെ ഈ ടെസ്റ്റ് കിറ്റിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ മാൻമെയ്ഡ് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ചെയ്തതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടാമത് റെംഡെസിവിർ യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഒരു തീരുമാനമുണ്ടായ ആദ്യം ഈ HIV കൊടുക്കുന്ന മരുന്നുകൾ എല്ലാം തന്നെ ഇതിന് കൊടുത്താൽ ഫലപ്രദമായിരിക്കുമെന്ന് പറഞ്ഞു. അവസാനം കൊടുക്കേണ്ട തീരുമാനമായി. പക്ഷേ ഒക്ടോബർ ആയപ്പോഴത്തേക്ക്, നവംബർ മാസം ആയപ്പോഴത്തേക്ക് FAD പറഞ്ഞു ഇതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മെഡിക്കേഷൻ, അതുകൊണ്ട് ഇതായിരിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തോടുകൂടിയാണ് സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഒരു വേവ് ഉണ്ടായി വന്നു. ഇപ്പോൾ Δ+, Δ1 എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും അവിടെ ഇവിടെയായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അതിലും ഇന്ത്യ തന്നെയാണ് ഈ Δ2 എന്ന് പറയുന്ന കാര്യത്തിലും ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ സവിശേഷത. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ നമ്മളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം മറ്റു പല രാജ്യങ്ങളിലും ഇതവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ വെസ്റ്റേണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ മിക്കവാറുള്ള രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ പിൻവലിച്ചു, അവർ മാസ്ക് ഉപേക്ഷിച്ചു. അങ്ങനെ പല രീതിയിൽ അവിടെ ജനങ്ങളെ കുറച്ചുകൂടെ ഈ ഗവൺമെൻറ്റിനോട് അത്രത്തോളം ഒരു വിധേയത്വം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ WHO അത്രത്തോളം വിധേയത്വം ഇല്ലാത്തതുകൊണ്ട് അവർ പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ നല്ല കുട്ടികൾ, അനുസരണയുള്ള കുട്ടികളായിരുന്നുകൊണ്ട് 40 കോടി ടെസ്റ്റ് നടത്തി. 40 കോടി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വൈറസ് ഉണ്ടോ എന്ന് സ്വേദം എടുത്ത് നോക്കിയിട്ട് വൈറസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. നാട്ടിൽ ചില സാങ്ക്ടിറ്റിയെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് തന്നെ അത് മോശമായിട്ട് തോന്നുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. ഇന്ത്യയും ഇതുവരെ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല. എന്നാലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളൊക്കെ കേരളത്തെക്കാളും റിക്കവറിയിൽ മുന്നിലാണ്, റിക്കവറി റേറ്റിൽ മുന്നിലാണ്. രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിന് പിന്നിലാണ്. കേരളത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയ പരിധിയോളം ഡെലിബറേറ്റായിട്ടാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ DMOകൾ ഇപ്പോൾ പരാതിയോടെയാണ് ആളുകൾ ടെസ്റ്റിന് നേരെ മുഖം തിരിക്കുന്നു. ഇപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രോഗി കണ്ടെത്തിയാൽ തന്നെ അയാളുടെ മേലെ ടെസ്റ്റ് നടത്തിക്കൊള്ളണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല.
എന്തെങ്കിലും സിംറ്റംസ് ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ പല രോഗങ്ങൾക്കും വരുന്ന സിംറ്റംസ് തന്നെയാണ് ഇതിനും വരുന്നത്. നിങ്ങൾ സോക്കാൾ കോവിഡിനും വരുന്നത്. അവരൊരു ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് രോഗം, മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അത്ര കടുത്ത ഇൻഫെക്ഷൻ തന്നെ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ വന്നിട്ട് പോകുന്നൊരു ജലദോഷമായിരിക്കും. നിങ്ങളതൊരു സിംറ്റമായിട്ട് കണ്ട് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസം 1,14,000 പേരെ ടെസ്റ്റ് നടത്താൻ പറ്റില്ല. ഇപ്പോൾ ഏതോ ചില DMOകൾ പരാതിപ്പെട്ടിരിക്കുന്നു, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെല്ലാം അവർ ഈ TPR കുറച്ച് കാണിക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നു. അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്നു. അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പിടികൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഈ 1,14,000 പേരെ ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ കാണുന്നവരെല്ലാം പിടിച്ച് ടെസ്റ്റ് ചെയ്താൽ ഇത്രയും ലക്ഷക്കണക്കിന് ദിവസം ആളുകളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേസ്റ്റാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എക്സസൈസ് നടത്തിയിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈദ്യശാസ്ത്ര ചികിത്സാ രംഗം ആകെ അലങ്കോലപ്പെടുകയാണ്. അതായത് ഈ ഒരു വലിയ ബൾക്കിൽ ആളുകളെ ഇതിങ്ങനെ തള്ളിക്കയറ്റുകയാണ് ദിവസവും. ഈ നഗരങ്ങളെയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ആളുകളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ആളുകൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, മനുഷ്യന് പറഞ്ഞില്ലേ, തലയ്ക്ക് സ്ഥിരതയില്ലാതെ വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇത് നിർത്താൻ പറയാനായിട്ടൊരു DMOന് കഴിയുന്നില്ല. DMO ഈ പറയുന്നില്ലേ, ടെസ്റ്റിന് ജനങ്ങൾ വഴങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കഴിയുന്നത് കുറച്ച് കാണിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആൾക്കാർ താല്പര്യപ്പെടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇതിന് മുഖത്തിരിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളുടെ ടെസ്റ്റിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു, ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രഷറൈസ് ചെയ്ത് ചെയ്യുന്നത്? അസുഖമുള്ളവർ ആശുപത്രി വരുമ്പോൾ അവർ ചികിത്സിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്നതിൽ ഈ തകരാറുണ്ട്. നിങ്ങൾ ഈ റെംഡെസിവിർ കൊടുത്തപ്പോൾ ഒരു കുടുംബത്തിൽ 2 പേരും 3 പേരൊക്കെ മരിക്കുന്നത് പണ്ടുണ്ടാകുന്ന കാര്യമായിരുന്നില്ല. ഒരാൾക്ക് വരാണെങ്കിൽ അയാളെ ക്വാറന്റൈനിലാക്കുന്നു, അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ പിന്നെ വേറെ ആർക്കും വരുന്നില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത അച്ഛൻ മരിച്ചെങ്കിലും മകനല്ലെങ്കിൽ മകൾ മരിക്കുന്നു. മരിക്കുകയെന്ന് ചോദിച്ചാൽ 2 പേർക്ക് ഒരേ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ഒരുപോലെ അപായകരമായ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് റെംഡെസിവിറിൻ്റെ വരവിന് ശേഷം ഈ ഹൈഡ്രോക്സിക്ലോറോക്കിനും മറ്റും എല്ലാം ഇതിൻ്റെ അനുബന്ധ മരുന്നുകളെല്ലാം കൊടുത്ത് പരീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളെ അങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇതാണ് പറഞ്ഞത്. അത് ജനങ്ങളെ പ്രഷറൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളൊരു സംസ്ഥാനമായിട്ട് മാറുകയാണ്. ഏറ്റവും കുറഞ്ഞ റിക്കവറി ഉള്ളൊരു രാജ്യമായിട്ട് ഇത് നിങ്ങൾക്ക് നിലനിർത്തണം. എന്താണ് നിലനിർത്തേണ്ടത്? അൾട്ടിമേറ്റ്ലി യു വാണ്ട് ടു റീറ്റെയിൻ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് നിലനിർത്തണം. അതിനിടയ്ക്ക് ഇന്നും മുഖ്യമന്ത്രി എന്തോ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ എന്തൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കേട്ടു. എവിടെ വെച്ചാൽ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്മാൾ സ്കെയിൽ, ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്ക് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രോജക്റ്റ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ. ഈ ലോക്ക്ഡൗൺ പിൻവലിക്കാതെ മനുഷ്യൻ സ്വതന്ത്രനാവാതെ അവന് ഈ പണിയെടുക്കാനുള്ള ഒരു എൻവയോൺമെൻ്റ് ഇല്ലാതെ ആർക്കും ഒരു തരത്തിലുള്ള പണിയെടുപ്പും പറ്റില്ല. പിന്നെ സ്പ്രിങ്ക്ലർ ശതകോടീശ്വരനാണെന്നും പറഞ്ഞൊക്കെ ഇന്നത്തെ റിപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടേതായിട്ടുള്ള ഈ തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ, മറ്റേ കളക്ഷൻ, ഈ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കൊല്ലത്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വീണ്ടും ഡോക്ടർമാർക്കെതിരെ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റേ പോലീസുകാരൻ്റെ ഒരു വിശദീകരണമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് പിടിച്ചാൽ മരിക്കും, അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്ര മാന്യനായ ഒരു ഡോക്ടറാണെന്നാണ് ഈ പോലീസുകാരെ ആരോപിക്കുന്നത്. ആരോപണം ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, നമ്മൾ ഇരുഭാഗത്തും ഇല്ല. എന്നാലും ആളുകളും പേഷ്യൻസും, ഇതിപ്പോൾ ഒരു പോലീസുകാരനായിട്ട് ഇത്രയും വെളിപ്പെടുത്താൻ തയ്യാറായി. ഈ പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതായത് ഡോക്ടേഴ്സിന് തന്നെ ഇതെന്താണെന്നറിയില്ല, എന്താണ് കോവിഡ് എന്നറിയില്ല, അവർക്ക് തന്നെ ഐഡൻറ്റിഫൈ അറിഞ്ഞൂടാ, അവർക്ക് തന്നെ ചികിത്സിക്കാൻ അറിയില്ല, അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകളെന്ന് പറഞ്ഞ് ഏറ്റവും അപകടകരമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനം ഈ അബദ്ധങ്ങളുടെ 1ാം സ്ഥാനത്തെത്തുക. അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും വലിയ എൻലൈറ്റൻഡ് റേസ്, നമ്മളാണ് ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്. 40 കോടി എന്നുള്ളതിൽ കേരളത്തിൻ്റേതായിട്ടൊരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കേരളം ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണെങ്കിലും
കേരളം ഇപ്പോഴും മറ്റു പല സംസ്ഥാനങ്ങളോട് ഒപ്പം ഓടിയെത്തത്തില്ല. അവരെങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയാം മറ്റുള്ള സംസ്ഥാനക്കാർക്ക്. അവിടെ പിന്നെ കുറച്ചുകൂടെ ബുദ്ധിയുള്ള ഡോക്ടർമാരുള്ളത് കൊണ്ട് അത്രയല്ല. ഇപ്പം മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഡെത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ 2 സംസ്ഥാനങ്ങളെ മുന്നിലുള്ളൂ ഡെത്ത് റേറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതായത് ഈ കോവിഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ 500 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് 110, ഇവിടെ 118 ആകുമ്പോഴത്തേക്ക് അവിടെ എത്ര ഏതാണ്ട് 119 120 ഉണ്ട്. മഹാരാഷ്ട്രയും തമിഴ്നാടും കഴിഞ്ഞാൽ ഡെത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പന്തിയിൽ വന്നിട്ടുണ്ട്. കോവിഡ് ഡെത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പന്തിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കോവിഡ് ഡെത്തൊന്നും അല്ല, മനുഷ്യനെ കൊല്ലുന്നൊരു രീതിയാണ്. നിങ്ങൾ ആളെ കൊല്ലുന്നുണ്ടെങ്കിൽ ഈ റെംഡെസിവിർ കൊടുത്തുള്ള കൊലപാതകം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ, അല്ലാതെ വേറെ കൊലപാതകങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ആൾ മരിക്കാൻ തയ്യാറുമില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വരുന്നു. നിങ്ങൾ വാക്സിനേഷൻ കൊടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടറും അവരുടെ അടുപ്പക്കാർക്ക് ക്യൂ തെറ്റിച്ചുകൊണ്ട് പ്രിഫറൻസ് കൊടുക്കുമെന്നും പറഞ്ഞ് കൊല്ലത്തിൽ ലഹള ഉണ്ടാകുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ളൊരു ധൃതി കാണിക്കലും ഒരു അർജൻസി ഉണ്ട്. ആ Delta-2 ഇനിയിപ്പോൾ ഇതിനേക്കാളും ഭയങ്കര ട്രാൻസ്മിസിബിളാണ്. അതുകൊണ്ട് അതിങ്ങനെ സാർവത്രികമായി പടരുന്നെങ്കിൽ പടരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞാൽ അതില്ല. നമ്മൾ കൃത്രിമമായിട്ട് ടെസ്റ്റ് നടത്തി ആ Delta-2 ഉണ്ടായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. Delta-2ൻ്റെ സിംറ്റംസ് വരട്ടെ. Delta-2ൻ്റെ സിംറ്റംസ് വരുമ്പോൾ മറ്റു രോഗങ്ങളുടെ സിംറ്റംസുമായിട്ട് എന്തുമാത്രം സാമ്യമുണ്ടെന്ന് നോക്കിയിട്ട് ഇത് Delta-2 ആണെന്നുള്ളത് നമ്മൾ അത് വെച്ച് കണ്ടെത്തുക. അതാണ് സാമാന്യമായിട്ടുള്ള യുക്തി എന്ന് പറയുന്നത്. അതായത് ഒരു രോഗിയെ പരിശോധിക്കേണ്ട മാതൃകയിൽ പരിശോധിക്കുന്നതിന് പകരം നിങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന പ്രചാരണങ്ങളുടെ എല്ലാം പിന്നാലെ പോയിട്ട്, അതും Delta-2 വരുമ്പോഴത്തേക്കും Delta-2 ഏറ്റവും സുലഭമായിട്ട് കാണുന്നത് ഇവിടെയാണ്, കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ ഇന്ത്യയിൽ. ഇപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞാൽ ആദ്യം മധ്യപ്രദേശിൽ 2 പേര് മരിച്ചെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ആദ്യത്തെ മരണമെന്ന് പറഞ്ഞു, പിന്നെ ഇന്നലെ തമിഴ്നാട്ടിൽ ഒരാൾ Delta-2 ഉരുവിട്ടാണ് മരിച്ചത്. Delta-2 എന്ന് പറയുന്നത് ഇത് SARS-CoV-2 അല്ലേ, അതിൻ്റെ ഒരു വകഭേദം തന്നെയാണല്ലോ. അപ്പോൾ അതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താ? അത് Delta-2 ആയിരുന്നെന്ന് പറയേണ്ട കാര്യം എന്താ? അത് സാഴ്സിൻ്റെ തന്നെ ഒരു ജനറ്റിക്കായിട്ടുള്ള വേരിയൻ്റ് ആണെന്ന് നിങ്ങൾ പറയുകയും പിന്നെ അത് SARS-CoV-2 അല്ല Delta-2 എന്ന് പറയേണ്ട കാര്യമില്ല. Delta-2 ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് വരുമെന്നോ അല്ലെങ്കിൽ അത് കൂടുതൽ അപകടകാരിയാണോ നോക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. ഇത് വല്ല ബാക്ടീരിയ വേറെ എന്തെങ്കിലും വൃക്കരോഗത്തിൻ്റെ ആളായിരിക്കും തമിഴ്നാട്ടിൽ മിക്കവാറും മരിച്ചത്. അപ്പോൾ അത് ആ തരത്തിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആകെപ്പാടെ ഫ്രൈറ്റൻഡ് ആയിട്ട് ഈ ഡോക്ടർമാർക്ക് കൺഫ്യൂഷൻ, പറയുന്ന DMOയ്ക്ക് കൺഫ്യൂഷൻ, സകലർക്കും കൺഫ്യൂഷൻ. ഇതിനെപ്പറ്റിയൊന്നും ഒരു വ്യക്തതയില്ല. വ്യക്തത ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇത് കഴിഞ്ഞ ഈ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ ഏർപ്പാടുകൾ നമ്മൾ നിർത്തലാക്കാൻ സമയമായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ലേ, മോശമല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി ഒരു DMO പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് അവിടുത്തെ ജനങ്ങൾ അൺവില്ലിങ് ആണ് ഫോർ എ ടെസ്റ്റ്. അവർക്ക് ടെസ്റ്റ് വേണമെന്ന് തോന്നിയാൽ പറഞ്ഞില്ലേ, അവർക്ക് അസുഖം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആശുപത്രിയിൽ പോകും. ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചോളും. അവിടെ ഒന്നും പകർച്ച അതുപോലെ ഒന്നും പടർന്ന് പന്തലിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ആൾക്ക് അതിനെപ്പറ്റി ഭയമില്ല. അപ്പോൾ ആളുകളെ ഭയപ്പെടുത്തി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് രോഗം ഇല്ലെങ്കിൽ രോഗം ഉണ്ടാക്കി ഒരു കൂട്ടം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ നമ്മൾ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുക. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നമ്മളൊരു 10ൽ തന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും 2ഉം 3ഉം ഒക്കെ ആയിട്ടുണ്ട്. അത് അവരെങ്ങനെ ആക്കി എന്നുള്ളത് അവരുടെ മിറക്കിളാണ്. ഇതിനകത്ത് എല്ലാം ടോട്ടൽ മാനിപ്പുലേഷൻസാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെ ശാസ്ത്രീയതയെ നിങ്ങൾ നിരസിക്കുന്നു അവിടെ മാനിപ്പുലേഷൻ്റെ തോത് വർദ്ധിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇന്നത്തെ പത്ര റിപ്പോർട്ടുകളിൽ ഒരു പറഞ്ഞില്ലേ, കോവിഡ് സ്ഥിതിവിശേഷം, കോവിഡ് അവലോകനം നടത്തുന്ന നമ്മുടെ വിദഗ്ധന്മാരുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു കോളം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ സപ്രസ് ചെയ്തിട്ടുള്ള റിയാലിറ്റീസ്, എല്ലാ പത്രങ്ങളും കൂടി സപ്രസ് ചെയ്യുന്ന റിയാലിറ്റീസ് ഉണ്ട്, പൊതുവായിട്ടുള്ള ചില റിയാലിറ്റീസ്. ഒന്ന് ഇവരെല്ലാവരും കൂടെ യോജിച്ച് നിന്ന് സപ്രസ് ചെയ്യുന്ന റിയാലിറ്റീസ് എന്ന് പറയുന്നത് റെംഡെസിവിർ ഇവിടെ പകുതിയിൽ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ശരിയായിരുന്നു എന്നൊരു ചോദ്യവും ഒരു പത്രവും ചോദിക്കില്ല. അത് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. അതിനുശേഷമാണ് സെക്കൻഡ് വേവ് ഉണ്ടാകുന്നത്. അത് ഒരു പത്രവും എഴുതുകയില്ല, ഒരാളും ചോദിക്കുകയില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞില്ലേ, ഈ ടെസ്റ്റിൻ്റെ സാങ്ക്ടിറ്റി എന്താണ്, എങ്ങനെ, ഇതൊക്കെ വളരെ ലളിതമായ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറയ്ക്കപ്പെടുകയും ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന വളരെ
വിദഗ്ധമായൊരു പ്രവർത്തനം നടത്തുകയാണ് മാധ്യമങ്ങളുടെ ധർമ്മം, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ധർമ്മം. ഭരണകൂടം ഈ ആട് പട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളും ഈ ആട് പട്ടിയാണെന്ന് പറഞ്ഞുകൊള്ളും. അതാണ് അതിൻ്റെ വ്യവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ജോസഫിൻ്റെ കാര്യം കഴിഞ്ഞു. അവർ വളരെ ഡീസൻ്റായിട്ട് ആ കാര്യത്തിൽ പ്രതികരിച്ചു. അവർ ചെയ്യരുതാത്തൊരു കാര്യം ചെയ്തു. ഒന്ന്, അവർ യാതൊരു കാരണവശാലും ആ ടെമ്പറമെൻ്റുള്ള ഒരാൾ ഒരു കാരണവശാലും എന്ന് വെച്ചാൽ ഒരു ഉള്ളിൽ നിന്ന് വളരെ ഏണസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ വർക്കർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ഏൽക്കരുതായിരുന്നു. അവർക്ക് വലിയ തോതിൽ പണം കിട്ടും അതിൽ നിന്ന്. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞില്ലേ, അവരുടെ ആ ഒരു ആർജവത്തെ നിർവീര്യമാക്കുന്ന ഒരു പദവി അവർ സ്വീകരിക്കുകയായിരുന്നു ആദ്യത്തെ. രണ്ടാമത് ഈ അവൻ്റെ ഈ ഫോണിൻ പരിപാടി പോയി പങ്കെടുത്തു എന്നുള്ളതാണ്. അത് അവരിയ്ക്കുന്ന പൊസിഷനെ തന്നെ ആ ഗൗരവത്തെ തന്നെ നിഷേധിക്കുന്നതാണ്. ഇന്ന് മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയലുണ്ട്. എന്തൊക്കെ ആയിരിക്കണം ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഉപദേശിക്കുകയാണ്. എന്തൊക്കെ ആയിരിക്കണം ഒരു പത്രവും ചാനലും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചാൽ ഇവർ അംഗീകരിക്കുമോ? ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പത്രത്തിൽ കൂടി ഇവരുടെ ചാനലിൽ കൂടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ചാനൽ ചർച്ചയെന്ന് പറഞ്ഞു എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു പറഞ്ഞില്ലേ, രാജ്യത്ത് വർഗീയത ഉണ്ടാക്കത്തക്ക രീതിയിൽ, അതായത് വ്രതശുദ്ധിയോടുകൂടി ഒരാളിങ്ങനെ റോഡിൻ്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാളെ ചെന്നൊരു സൈക്കിൾ ഇടിച്ചു. അത് വളരെ മതവിരുദ്ധമായ പ്രവർത്തനമാണെന്ന് വരെ പറഞ്ഞൊരു ചാനലാണ് ഈ മാതൃഭൂമി ചാനൽ. പിന്നെ നമുക്കറിയാം, ചരിത്രം അറിയാം. ഇവിടെ ബാബറി മസ്ജിദ് തകർത്തപ്പോഴത്തേക്ക് മാതൃഭൂമി ദിനപത്രം എഴുതിയ റിപ്പോർട്ടുണ്ട്. അതായത് രോമാഞ്ചം കൊണ്ടുകൊണ്ട് അതാ ഭാഗത്തുനിന്ന് വരുന്നു, ഓരോ കല്ലുകൾ ഇടിഞ്ഞ് വീഴുകയാണ്, അങ്ങനെ ഭാരതമാതാവ് പുളകം കൊള്ളുകയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതിയൊരു പത്രമാണ്. ആ പത്രമാണ് സദാചാരം പ്രസംഗിക്കുന്നത്, വനിതാ കമ്മീഷൻ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു സത്കർമ്മമെങ്കിലും, ഒരു പെർട്ടിനൻ്റായിട്ടുള്ള, ഒരു സമൂഹത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ പത്രം റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നു, അത് വായിക്കുന്നു. അതിൽ കുറച്ചൊക്കെ മറ്റുള്ള ഈ മനോരമയെ പോലെ ചെയ്യിച്ചിട്ടില്ല എങ്കിൽ പോലും മനോരമയുള്ള എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രം എന്നുള്ള രീതിയിൽ ഇതൊക്കെ വായിക്കുക എന്നുള്ളത് നമ്മുടെ ദുർവിധിയാണ്, അല്ലെങ്കിൽ മലയാളിയുടെ ഒരു ദുർവിധിയാണ്. അത് വായിക്കുന്നതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. എന്നിട്ടും മലയാളി ഇതിനൊന്നും വഴങ്ങുന്നില്ല എന്നുള്ളൊരു ഗുണം കൂടി മലയാളിക്കുണ്ട്. ഇത്രയും വലിയ ഒരു പ്രചാരണ വ്യൂഹവും ഈ ഭരണകൂടത്തിൻ്റേതായിട്ടുള്ള ഈ മറ്റുള്ള എല്ലാ നിർബന്ധങ്ങളും എല്ലാം ഉണ്ടായിട്ടും അടിച്ചേൽപ്പിക്കലുകളും ഉണ്ടായിട്ടും അതിനെതിരെ ഇതുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്ര ഭയങ്കരമായിട്ടൊരു വനിതാ കമ്മീഷൻ ചെയർമാനെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിലപാട് വെളിപ്പെടുത്താമോ? മാതൃഭൂമിക്ക് ഈ സ്ത്രീകൾ ശബരിമല, അതായത് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും ജോസഫൈൻ കുറ്റവാളിയാണെന്നും പറഞ്ഞില്ലേ, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തൊക്കെ ഹനിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങ്, അതായത് ഒന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇപ്പോൾ സുഗതകുമാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, സുഗതകുമാരിയുടെ മുമ്പിൽ റേപ്പിനെ പറ്റി ഒരു പരാതി എന്നപ്പോൾ സുഗതകുമാരിക്ക് അത് ബോധ്യപ്പെട്ടില്ല. ഇതിൽ പറയുന്നില്ല, സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ചെല്ലുന്ന എല്ലാ പരാതികളും അത് വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് അവസാനം അവർ ആ റേപ്പിസ്റ്റിനെ അനുകൂലിച്ചു എന്നും പറഞ്ഞൊരു പരാതി ഉണ്ടായി. അതിൽ വസ്തുത എന്ന് വെച്ചാൽ സുഗതകുമാരിയെ പോലെയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, അവരെ പറ്റി ഏറ്റവും മോശപ്പെട്ട കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അവർ അഭയ എന്ത് ചെയ്യുമെന്നുള്ള അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവർ രാഷ്ട്രീയമായിട്ട് ഒരു RSS അനുഭാവിയായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അത് നമ്മൾ അവരെ രാഷ്ട്രീയമായിട്ട് എതിർക്കാം, അവരുടെ നിലപാടുകളോട് എതിർക്കാം, അവരുടെ കവിതയോടുള്ള ആ വിയോജനങ്ങളെ നമുക്ക് പറയാം. പക്ഷേ അവർ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ചില കാര്യങ്ങളിൽ ഈ നിങ്ങൾ പറയുന്ന പോലെ സ്ത്രീ വിരുദ്ധമെന്ന് ആക്ഷേപിക്കുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പറയുന്നത് ഫേക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിന് കൂട്ടുനിൽക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഒരു വനിതാ കമ്മീഷന് വലിയ പരിമിതികളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലൊരു സ്ത്രീധന തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തരത്തിൽ വൈരുദ്ധ്യം ഉണ്ടായാൽ അതിനൊരു കുടുംബ കോടതിയുണ്ട്. അതിനപ്പുറം പറഞ്ഞില്ലേ, ഗാർഹിക പീഡന നിയമം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഭർത്താവിന് ഈ നേരെ വിവാഹം കഴിക്കുന്ന സ്ത്രീയെ, ആ സ്ത്രീക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ അവകാശമുണ്ട്. അതുപോലെ ഭർത്താവിൻ്റെ കോൺകുബൈന് പോലും
ഈ വിവാഹമൊന്നും ഇല്ലാതെ ബന്ധം പുലർത്തുന്ന ഒരു കോൺകുബൈന് പോലും ഭർത്താവിൻ്റെ വീട്ടിൽ അവകാശമുണ്ടെന്നും പറഞ്ഞ് കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വർക്കല പോയി രണ്ടാമത് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ നിലവിലിരിക്കുന്ന നിയമം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ പുരുഷൻ ഒന്ന് കല്യാണം കഴിച്ചിട്ട് രണ്ടാമത് വേറെ സ്ഥലത്ത് പോയി അവിവസ്ഥിതമായൊരു ബന്ധം ഉണ്ടാക്കുന്നു. ഇയാൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് രണ്ടാമത് വരുന്ന കുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൻ്റെ മേലെ അവകാശമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിയമം നിലവിലിരിക്കുമ്പോഴത്തേക്കും പറഞ്ഞില്ലേ, ഒരു വനിതാ കമ്മീഷന് ആ കാര്യത്തിലൊന്നും ചെയ്യാൻ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന സ്ത്രീകളാണ്. ഈ പറയുന്ന കോൺകുബൈൻ എന്ന് പറയുന്നത് സ്ത്രീയാണ്, വൈഫ് എന്ന് പറയുന്നത് സ്ത്രീയാണ്. ആർക്കാണ് അവകാശം എന്നുള്ള കാര്യത്തിൽ സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വനിതാ കമ്മീഷനൊന്നും പറയാൻ പറ്റില്ല. ആ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അക്രമങ്ങളെ പറ്റി പരാതി ഉണ്ടാകുകയാണെങ്കിൽ അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിലൊരു കക്ഷി ചേരുകയും ആ തരത്തിൽ വനിതാ കമ്മീഷൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ന്യായവിധി ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പീഡിതയായിട്ടുള്ള പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അതിൽ കവിഞ്ഞൊന്നും വനിതാ കമ്മീഷന് ചെയ്യാൻ പറ്റില്ല. മറ്റത് തീരുമാനിക്കേണ്ടത് പിന്നെ അവർ ഒന്നിച്ച് ജീവിക്കണോ, വേറെ പിരിയണോ, നഷ്ടപരിഹാരം കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന കോടതിയാണ്. കുടുംബ കോടതിയുണ്ട്, അത് കുറച്ചുകൂടെ പക്ക ജുഡീഷ്യലായിട്ടുള്ള കോടതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് കഴിയുമെങ്കിൽ സംസാരിച്ചിട്ട് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ എന്നൊരു പരിശ്രമം നടത്താൻ എന്നുള്ളതിൽ കവിഞ്ഞ് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പീഡനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീധനത്തിൻ്റെ അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെതല്ലായിട്ടുള്ള പീഡനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഉടനെ തന്നെ അതിന് നോട്ടീസ് കൊടുത്ത് ആളെ വരുത്തിയിട്ട് അത് പോലീസ് കേസിൽ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് വേണ്ട നടപടികൾക്ക് വേണ്ടി ഇവർക്ക് ചെയ്യാം. പോലീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കോടതിയിൽ പോകും. ഇവിടെ വെച്ച് അൾട്ടിമേറ്റായിട്ട് തീരുമാനം എടുക്കാനും ഒക്കില്ല. ഇതാണ് ഒരു വനിതാ കമ്മീഷൻ്റെ നിലപാടെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ സുഗതകുമാരിക്കും ജോസഫിനും ഒക്കെ ഒരു സമാനമായൊരു സ്വഭാവമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെന്ന നിലയിൽ അവർ സ്ത്രീകളെ കൂടുതൽ അറിയുന്നവരാണ്. സ്ത്രീകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടി നോക്കണം എന്നവർ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പരാതി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയും കുറേ കഴിയുമ്പോഴത്തേക്ക് എന്നെ കൊല്ലുന്നില്ല, എന്നെ രക്ഷിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ സ്ത്രീകളുടെ ആ ഒരു സ്വഭാവത്തെപ്പറ്റി ഇവർ മുതിർന്ന സ്ത്രീകൾ എന്നുള്ള രീതിയിൽ അവർക്ക് കുറച്ചുകൂടെ അറിയാം. അതുകൊണ്ട് സ്ത്രീകൾ ചെല്ലുമ്പോഴത്തേക്ക് അത് അതേപടി വിഴുങ്ങാതെ മുഴുവൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് പറയാം. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞില്ലേ, മാമച്ചൻ്റെ ഫോണിൻ ഈ പരിപാടിയിൽ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് പറഞ്ഞില്ലേ, സാമൂഹ്യ വിരുദ്ധമായൊരു പ്രവർത്തനമാണ്. പിന്നെ ആ പത്രം മൊത്തത്തിൽ ഒരു സാമൂഹ്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പത്രമായതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതമില്ല. അതിലിപ്പോൾ ആരും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അതിങ്ങനെ അവിരാമം അതിൻ്റെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ദിനം പ്രതി തുടർന്നുകൊണ്ടിരിക്കും. അതിൽ ചെന്ന് വീണു കൊടുക്കുന്നു എന്നുള്ളത് വനിതാ കമ്മീഷൻ്റെ ഒരു പരാജയം തന്നെയാണ്. ആ പരാജയത്തിൽ ഒരവസാനം പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. പക്ഷേ ഇതിനേക്കാളും മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഉടനെ ജോസഫൈൻ രാജിവെക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പറയാനുള്ള സാധ്യതയൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെയാണ് വരുന്നത്. 2 സ്ത്രീ പീഡകന്മാരായിട്ടുള്ള നേതാക്കന്മാർ അവിടെ വടകര ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ പീഡകന്മാരായിട്ടുള്ള പ്രവർത്തകരുടെ ഉയർന്ന സമിതിയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അവർ ജോസഫൈൻ ഈ സ്ത്രീ വിരുദ്ധയാണെന്ന് പറയാൻ അവർക്ക് എന്താ അവകാശം? ഈ പാർട്ടിയിലുള്ള പുരുഷന്മാരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും DYFIയുടെ മേഖലാ സെക്രട്ടറിയോ മറ്റും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പാർട്ടി പ്രവർത്തകരെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞൊരു പരാതി ഉണ്ടായിരിക്കുന്നു. ബലാത്സംഗം ചെയ്തോ ഇല്ലയോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പരാതി ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സമിതി ജോസഫൈനിൽ വലിയ കുറ്റം ആരോപിച്ചിട്ട് സംസാരിച്ചുവെന്നും പൊട്ടിത്തെറിച്ചുവെന്നും രൂക്ഷമായിട്ട് പ്രതികരിച്ചുവെന്നും ഒക്കെ പറഞ്ഞു കേട്ടതൊന്നും ഇവരൊക്കെ അങ്ങ് ഈ സ്ത്രീ സമൂഹത്തിൻ്റെ സംരക്ഷകരാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും അല്ല എന്ന് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ പല ജില്ലാ സെക്രട്ടറിമാരെയും, ഒരാളല്ല, ഗോപി കോട്ടമുറിക്കലിനെ മാത്രമല്ല, വേറെയും പല ജില്ലാ സെക്രട്ടറിമാരെയും ഈ തരത്തിലുള്ള സ്ത്രീകളായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് അച്ചടക്കങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. PCCയുടെ കേസുണ്ട്, KPCCയുടെ കേസുണ്ട്, അങ്ങനെ പല കേസുകളുമുണ്ട്. അങ്ങനെയുള്ള
ആൾക്കാരുള്ള ഒരു പാർട്ടി കൂടിയിരുന്നിട്ട് ജോസഫൈൻ എന്തോ കുറ്റം, ജോസഫൈൻ അതിൽ വലിയ കുറ്റമൊന്നും ചെയ്തില്ല, പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെന്നേ പറഞ്ഞുള്ളൂ. അതിനാണ് ഇത്രയും വലിയ പൂലുണ്ടാക്കുന്നത് പത്രങ്ങൾ. എന്നിട്ടാണ് മാതൃഭൂമി നീട്ടിപ്പിടിച്ചൊരു പ്രബന്ധം എഴുതുന്നത് അതിനെപ്പറ്റി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനേക്കാളും പ്രധാനമാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാമോ പ്രവേശിക്കേണ്ട എന്നുള്ളത്. അതൊരു ഭക്തിയുടേതോ അല്ലെങ്കിൽ വേറൊന്നിൻ്റെയോ പ്രശ്നമൊന്നുമല്ല. അതിനകത്തൊരു ഇന്നിക്വാളിറ്റി, അതായത് ആ കേസ് എമർജ് ചെയ്ത് വന്നത് ഈ ഭക്തി വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പീരീഡ്, ടൂറിസത്തിൻ്റെ പീരീഡുണ്ട്. ആ ടൂറിസത്തിൻ്റെ സ്പോട്ടുകളിലൊന്ന് ശബരിമലയാണ്. അപ്പോൾ ശബരിമലയിലേക്ക് പോകാനായിട്ട് ബോംബെയിൽ നിന്നും ഹരിയാനയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഈ ടൂറിസ്റ്റ് ബസ് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതും കൂടെ ഒരു സെൻറ്ററാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ സ്ത്രീകൾ, ഈ പറഞ്ഞില്ലേ ഒരു 15-16 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇതിനകത്ത്, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ കഴിയാത്ത സ്ത്രീകൾക്ക്, മെനോപോസിലെത്താത്ത സ്ത്രീകൾക്ക് ഇവിടെ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിനൊത്ത് ഒന്നിച്ച് വന്ന് കയറാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് BJPക്കാരും RSSകാരും തന്നെ അവരുടെ താല്പര്യമാണ് ഭക്തി വ്യവസായം എന്ന് പറയുന്നത്, അതിന് കാശുണ്ടാക്കുക എന്ന് പറയുന്നത്. അവർ അതിൻ്റെ പേരിൽ കോടതിയിലൊരു കേസ് കൊണ്ട് കൊടുത്തു. അവരുടെ സതുദ്ദേശപരമായൊരു കേസല്ല, സ്ത്രീകളോടുള്ള താല്പര്യമല്ല, കാശിനോടുള്ള താല്പര്യമാണ്. ഈ വ്യവസായം നടക്കണം, വ്യവസായം നടക്കുമ്പോൾ ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് അവരൊരു കേസ് കൊണ്ട് കൊടുത്തു. കേസിൽ കോടതി അനുകൂലമായിട്ട് വിധിച്ചു, അത്രയും സംഭവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇത് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് വേറൊരു ഇഷ്യൂ ഉണ്ട്, സ്ത്രീ സമത്വത്തിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് വന്നപ്പോഴത്തേക്ക് അവരൊരു യു ടേൺ പറഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരും ഒരു യു ടേൺ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിന് എതിരായപ്പോഴത്തേക്ക് ആദ്യഘട്ടത്തിൽ CPM ഇതിനെ അനുകൂലിച്ചു, കയറണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അത് ശരിയായൊരു നിലപാടായിരുന്നു. ആ നിലപാട് CPMന് ഇപ്പോൾ ഉണ്ടോ? അതാണ് പ്രശ്നം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഭഗവതി ക്ഷേത്രങ്ങളുണ്ട്. ആ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് പുരുഷന്മാർ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭഗവതി അവിടെ ഇരിക്കുന്ന ദൈവങ്ങളൊക്കെ മെനോപോസ് കഴിഞ്ഞവരാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പുരുഷന്മാർ അതിനകത്തോട്ട് കടത്തുന്നത്. അതൊക്കെ ഈ ദൈവശാസ്ത്രകാരന്മാർ പറയേണ്ട കാര്യമാണ്, അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എഴുതിയപ്പോൾ എഴുത്തച്ഛനൊരു ആഞ്ഞ എഴുത്തെഴുതിയിട്ടുണ്ട്. അതായത് ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന്, പുരുഷനായിട്ടുള്ള ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. അതായത് മാമുനിമാരുടെ മനതളിരിലും മാനിനിമാരുടെ മുലത്തടത്തിലും ഇരുന്നരുളുന്ന ഭഗവാൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളതാണ്. രണ്ടും ഇരിക്കാൻ സുഖമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് മാത്രം അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതാണ്, അല്ല വേറെ ദുരുദ്ദേശമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ പറഞ്ഞില്ലേ ഈ ഭക്തിയും സെക്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അത് വളരെ പ്രധാനമാണ്. അത് ഇതിൻ്റെ പറഞ്ഞതുപോലെ ഈ സെക്ഷൽ റിപ്രഷൻ്റെ ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഭക്തി നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഇപ്പോൾ സ്ത്രീകൾ കൂട്ടമായിട്ട് പല ഇതിലും ചെന്ന് ഏർപ്പെടുന്നത് അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ്, ഈ ഇതിൻ്റെ ഒരു റിപ്രഷൻ കിട്ടുന്ന ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരും. ഭഗവാൻ എന്ന് പറയുന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരും. അതാണിപ്പോൾ ഈ പറഞ്ഞില്ലേ വേറൊരു വലിയൊരു അക്രമ ലഹളയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളെ മർഡർ ചെയ്യുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും അവിടെ ഈ പുരുഷന്മാർ കൊടുങ്ങല്ലൂരിൽ ചെന്ന് അവരുടെ ഈ കാമം ശമിപ്പിക്കാൻ വേണ്ടി തെറിപ്പാട്ട് പാടുന്നതും അത് ഇതുപോലെ തന്നെയാണ്. ഇതിനുള്ളൊരു ഉപാധിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ബ്രഹ്മചാരിയാണ്, മറ്റാണ് കുടച്ചക്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തടഞ്ഞു നിർത്തുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ നമുക്കതിനകത്ത് ആ കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇതിനകത്ത് പറഞ്ഞില്ലേ ഇപ്പോൾ ഭക്തി സെക്സ് എന്ന് പറയുന്ന ഒന്ന് മറ്റൊന്നിൻ്റെ മറുപുറമാണെന്ന് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെയേറെ ശരിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ എഴുത്തച്ഛൻ്റെ ആ 2 വരി മാത്രം എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സൗന്ദര്യലഹരി എടുക്കുമ്പോഴത്തേക്ക് സൗന്ദര്യലഹരിയിൽ മെനോപോസ് കഴിഞ്ഞ ഒരു സ്ത്രീ ദേവതയെക്കുറിച്ചാണോ ശ്രീശങ്കരൻ പാടുന്നത്? ഇല്ലല്ലേ. അപ്പം ഇത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള സ്ത്രീകളെല്ലാം കുഴപ്പക്കാരികളാണെങ്കിൽ പിന്നെ സൗന്ദര്യലഹരിയൊക്കെ നിങ്ങൾ വലിച്ചെറിയണമല്ലോ, ശ്രീശങ്കരനെയൊക്കെ നിങ്ങൾ ചവിട്ടി തള്ളണമല്ലോ. അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞില്ലേ ഒരു വിവേചനം അവിടെ നടന്നിരുന്നു. ആ വിവേചനം നീക്കാനുള്ള സമയമായി.
അവിടെ ഭക്തി ഇൻഡസ്ട്രി ഇപ്പോൾ ആര് തടഞ്ഞാലും ഇല്ലെങ്കിലും ഭക്തി വ്യവസായം എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങളുടെ സ്ത്രീകളുടെ പ്രശ്നത്തിൽ ജോസഫൈൻ എന്തോ ഭയങ്കര കടുത്ത അപരാധം കാണിച്ചു എന്ന് പറഞ്ഞ ഈ പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി അവസാനം എന്താ ചെയ്തത്? സുപ്രീം കോടതി വിധി വന്നാലും അത് നമ്മുടെ സാമുദായിക നേതാക്കന്മാരും മറ്റുള്ളവരുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ട് അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞൊരു കാലുമാറ്റം നടത്തുകയും ദേവസ്വം ബോർഡ് മന്ത്രി പരസ്യമായിട്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്ത ഒരു ഇതാണ്. അതിനേക്കാളും വലിയ സ്ത്രീ നിന്ന എന്നും ജോസഫൈൻ നടത്തിയിട്ടില്ല. അതിനേക്കാളും വലിയ സ്ത്രീ നിന്ന മാത്രമല്ല, ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അവരൊരു പരാധീനതയും വരുത്തിയിട്ട്, ആകെയുള്ള പരാധീനത എന്ന് പറയുന്നത് ഈ ഇവൻ്റെ പത്രത്തിൽ പോയിട്ട് ഇന്ന് അവൻ്റെ ചാനലിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞ ഇപ്പോൾ കുറച്ച് അനുഭവസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ, ഓപ്പൺ മൈൻഡായിട്ടുള്ള സ്ത്രീകൾ, ഈ സത്യസന്ധത കുറേ ഉണ്ട്. അതും ഇപ്പോൾ സുഗതകുമാരിയുടെ കാര്യത്തിലും ഈ ജോസഫിൻ്റെ കാര്യത്തിലും മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ, പരാതിക്കിടയായിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പൊത്തിയൊക്കെ പോയിക്കുള്ളൂ. അപ്പോൾ അവർ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ത്രീകളും കൂടി ആത്മപരിശോധന നടത്തണം എന്നൊരു നിലപാടെടുത്തു എന്നുള്ളതിൽ കവിഞ്ഞ വലിയ തെറ്റുകളൊന്നും തന്നെ അവരൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മാതൃഭൂമിയുടെ സാധാരണ പ്രസംഗം കേൾക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കോവിഡ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് സത്യസന്ധമായിട്ടൊരു മുഖപ്രസംഗം എഴുതാമോ? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി? നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഈ ആൻറ്റിജൻ ടെസ്റ്റിനെ പറ്റി ഒരു മുഖപ്രസംഗം എഴുതാമോ? നിങ്ങൾക്ക് റെംഡിസിവിർ കൊടുത്തിട്ട് ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ആ ലോജിക്കിനെ പറ്റി, അതിൻ്റെ മെഡിക്കൽ ലോജിക്കിനെ പറ്റി നിങ്ങൾക്ക് ഒരു മുഖപ്രസംഗം എഴുതാമോ? ഇവിടെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ആളുകളെ കമ്പൽ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ഇതൊക്കെ മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മനുഷ്യ, നിങ്ങൾ അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ നിങ്ങൾ രോഗത്തിൻ്റെ ഒരു വ്യാപാരിയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പിടിച്ച് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാളെ പേര് ബലം പ്രയോഗിച്ച് ടെസ്റ്റ് ചെയ്യിക്കുക നിങ്ങളാരാ? ഇവിടെ ഒരു ഭരണകൂടത്തിനും അതിന് അവകാശമില്ല. ആരെയും കമ്പൽ ചെയ്യേണ്ട കാര്യമില്ല. അസുഖം ഉണ്ടാകുമ്പോൾ വരുമ്പോഴത്തേക്ക് അവർ ചികിത്സിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയാണ് കുറേ പേരെ ഇങ്ങനെ ഒരു സിസ്റ്റം കോടിക്കണക്കിന് രൂപ ട്രഷറിയിൽ നിന്ന് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ആ ജോലി ചെയ്യുന്നതിന് പകരം അത് മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് കുറേ കൂടെ എളുപ്പമുള്ള ഈ പറഞ്ഞൊരു റിക്രിയേഷനാണിത്. ദിസ് ഈസ് എ കോവിഡ് റിക്രിയേഷൻ സിസ്റ്റം. കോവിഡിൻ്റെ പേരിൽ കുറേ പേര് കൂടി നടത്തുന്ന ഒരു കൂട്ടായ്മയും ഒരു റിക്രിയേഷനുമാണിത്. അവസാനം വാക്സിനേഷൻ സെൻ്റർ കൂടെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ബീവറേജ് അതിശയിക്കുന്ന ഒരാൾക്കൂട്ടം വാക്സിനേഷൻ സെൻ്ററിലും കൂടെ ഉണ്ടായി വരുന്നു. എന്നിട്ട് നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്ന് പറയുന്നു, മൂക്ക് കെട്ടണമെന്ന് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള പല വൈരുദ്ധ്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനെ പരാമർശിച്ച് നിങ്ങൾക്ക് മുഖപ്രസംഗം എഴുതാനുള്ള ഗട്ട്സ് ഉണ്ടോ? MV ശ്രേയസ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും കൂടെ ഇതിൻ്റെ തലപ്പ് ഇരിപ്പുണ്ടല്ലോ. സത്യസന്ധമായിട്ട് ഒരു വിമർശനം നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെ നടന്നതല്ല ശരിയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണോ ഇതിൻ്റെ ഈ തെറ്റുകളുടെ ഊറ്റം വർദ്ധിപ്പിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവിടുത്തെ മുഴുവൻ പത്രങ്ങളും. ജനങ്ങളെ എത്ര ഭീകരമായിട്ട് ചൂഷണം ചെയ്യാമോ അതിൻ്റെ പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് ഇത് അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു നാവ് ഉയർത്താൻ കഴിയാത്ത ആൾക്കാർ മുഖപ്രസംഗം എഴുതി സദാചാരം പ്രസംഗിക്കരുത്. നിങ്ങളുടെ സദാചാര പ്രസംഗം അസഹ്യമാണ്. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ആ കാളം ഒഴിച്ചിട്ടിട്ട് അവിടെയും കൂടെ വല്ല കാർട്ടൂണും വരയ്ക്കുക, അല്ലെങ്കിൽ അവിടെയും കൂടെ വല്ല ചാനൽ ചർച്ചയോ വല്ല ഫലിതമോ അല്ലെങ്കിൽ വലിയ വിദഗ്ധന്മാരെ കൊണ്ടെന്തെങ്കിലും ലേഖനം എഴുതിക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഇത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കടന്നു വരേണ്ടിയിരുന്ന എത്രയോ ദിവസമായിട്ട് കടന്നു വരേണ്ടിയിരുന്ന പ്രശ്നത്തിലേക്ക് തന്നെ കിടക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരു കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ജനറൽ ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ പ്രളയത്തിൻ്റെ ഘട്ടം വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് വളരെ ഗംഭീരമായിട്ട് പ്രതിരോധ പ്രവർത്തനം നടത്തി, അതൊക്കെ അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്നും പറയില്ല. അവിടെ ഇപ്പോൾ പിണറായി വിജയനല്ല വേറെ ആരായിരുന്നെങ്കിലും അതൊക്കെ തന്നെ ചെയ്യാതെ പറ്റില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ മിടുക്കാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തടഞ്ഞു നിർത്തി പ്രളയം പോകുമെന്ന് പറഞ്ഞൊന്നുമില്ല. പ്രളയം തടഞ്ഞു നിർത്തിയത് മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികൾ സാധാരണഗതിയിൽ ഈ പ്രളയം വരുമ്പോഴത്തേക്ക് കൊച്ചു പ്രളയം വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി വള്ളങ്ങളിൽ പോയി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പതിവുള്ളൊരു ശീലമുള്ള ഒരു കൂട്ടരാണ് മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നത്.
ഇപ്പോൾ അവർക്ക് വലിയ ആക്സസ് ഇല്ലാത്തൊരു ഏരിയ ആയിപ്പോയി. അതുകൊണ്ട് എങ്ങനെ അവിടെ സംഘടിച്ച് പോകണമെന്നതിനെ പറ്റി അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കൃത്യമായ ഡയറക്ഷൻ കിട്ടിയപ്പോഴത്തേക്കും അവർ പോയി ആളെ രക്ഷിച്ചു. അല്ല നൂതന സാങ്കേതിക വിദ്യ കൊണ്ടോ വെർച്വൽ ക്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ സംഗീതത്തിലൂടെയൊന്നുമല്ല, ഹെലികോപ്റ്ററിലൂടെയൊന്നുമല്ല പ്രളയത്തെ തടഞ്ഞു നിർത്തിയത്. ജനങ്ങളെ രക്ഷിച്ചത് ഈ മാനുവൽ പവർ കൊണ്ടാണ്. നിങ്ങളൊക്കെ പുച്ഛിക്കുന്ന നോളജ് എക്കോണമിയുടെ കാലം വരുമ്പോൾ പുച്ഛിക്കുന്ന ഇത് ഒരു പ്രളയം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ മാനുവൽ എക്കോണമിയെ പുച്ഛിക്കുന്ന ഈ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുണ്ടല്ലോ, ആ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കടലിനെയൊക്കെ വറ്റിക്കാൻ കഴിയുമായിരിക്കും, അല്ലെങ്കിൽ പ്രളയത്തിനെ വറ്റിക്കാൻ കഴിയും. പക്ഷേ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ അന്നേരത്ത് ഇങ്ങനെയൊക്കെ ശീലമുള്ള മാനുവൽ ലേബറിൽ ശീലമുള്ള ആൾക്കാർ വേണ്ടി വരും. അത് ഈ പറഞ്ഞില്ലേ ഖലാസികളുടെ കാര്യം പറയുന്നവരെ, ഖലാസികൾ അവരുടെ ആ പ്രവർത്തന ശീലം കൊണ്ട് സാധാരണഗതിയിൽ ചെയ്യാവുന്നതിനേക്കാളും വലിയ ഭാരങ്ങളെടുക്കാൻ ശേഷിയുള്ളവരാണ്. അങ്ങനെ ഒരു വിഭാഗം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ നഷ്ടം ഉണ്ടാകും. നിങ്ങൾ ടെക്നോളജിയിലേക്ക് പുരോഗമിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വളർച്ചയുണ്ട്, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ നേട്ടങ്ങൾ നമ്മൾ ഏറ്റവും വലിയ അത്യാപത്തിൽപ്പെടുമ്പോൾ നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ മാനുവൽ ലേബറിൻ്റെ പവർ നമ്മളെ സംരക്ഷിച്ച് നിർത്തിയേ പറ്റൂ. അതാണ് ഈ നോളജ് എക്കോണമിയെ പറ്റി പറയുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഞാൻ പറഞ്ഞത് തന്നേ ഉള്ളൂ. അത് ഒരാളുടെ വ്യക്തിപരമായ മിടുക്കൊണ്ടല്ല. എല്ലാവരും രാജു അബ്രഹാമും സജി ചെറിയാനൊക്കെ ഒരു നിലവിളിക്കുകയായിരുന്നു. ആ നിലവിളിക്ക് അന്ത്യം ഉണ്ടായത് ആകാശത്തുനിന്ന് ഹെലികോപ്റ്റർ ഒന്നുകൊണ്ടല്ല, മത്സ്യത്തൊഴിലാളികളെ അവരുടെ വള്ളങ്ങളുമായിട്ട് എത്തിയതുകൊണ്ടാണ്. ആ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മാനുവൽ ലേബറിന് പുച്ഛിക്കുന്ന ആൾക്കാർ മനുഷ്യൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്തോ ഒരു അസംസ്കൃത വസ്തുവാണ്, തല കൊണ്ട് മാത്രമാണ്, തലയുമില്ല, തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറിലുള്ള ഒരു രാസപ്രക്രിയ കൊണ്ട് മാത്രമാണ് ലോകം മുന്നോട്ട് നീങ്ങുന്നതെന്നും അതിനെ എങ്ങനെ പേറ്റൻ്റായിട്ട് കൺവെർട്ട് ചെയ്യാമെന്നും അങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന ആ ലാഭത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സമ്പദ് വ്യവസ്ഥ. അതാണ് പറഞ്ഞില്ലേ ഒരു നിയോ ക്യാപിറ്റലിസ്റ്റിൻ്റെ ക്രിപ്റ്റോ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഗ്ലിനെസ് എന്ന് പറയുന്നതാണ്. അതാണ് ഉത്കൃഷ്ടമെന്ന് പറയുന്ന കുറേ സാമ്പത്തിക വിദഗ്ധന്മാരും പറഞ്ഞില്ലേ, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും മുക്കും മൂലയും ഏതെങ്കിലും കുറേ പ്രബന്ധങ്ങൾ അവരെഴുതിയുണ്ടാക്കും. അത് വായിച്ചിട്ട് അതിനെ അനുകൂലിക്കാൻ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ആ ഫ്യൂവലിൻ്റെ രംഗത്ത് എങ്ങനെയാണ് നമ്മളൊരു സറണ്ടറിൻ്റെ അവസ്ഥയിലെത്തിയത്. എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ സൗരോർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഒരു കരാറിലൂടെ നമ്മൾ നമ്മുടെ ഉൽപ്പാദനം ഉപരോധിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു കൊടുത്തു. കൽക്കരിപ്പാടങ്ങൾ പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുക്കാം, ഖനനത്തിന് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചു. അപ്പോൾ ആ തരത്തിൽ പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എവിടെയും പാടില്ല എന്നുള്ള തരത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഊർജോൽപാദനത്തെ ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കാമോ, ഊർജത്തിൻ്റെ ഉറവകളെ എങ്ങനെ സ്വകാര്യവൽക്കരിക്കാമോ, മറ്റുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കാമോ, അത് ഇത്രയും ചെയ്തു കഴിഞ്ഞ ഒരു രാജ്യമാണ് നമ്മൾ ജനകീയ ആസൂത്രണത്തിന് മുമ്പുണ്ടായിരുന്ന എത്ര കോടി 20,000 കോടി രൂപയുടെ കടം ഉണ്ടായിരുന്നു. അത് നമ്മൾ 3,10,000 കോടി രൂപയുടെ കടമായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ കൊണ്ട് നമ്മുടെ എക്കോണമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ ഡീസെൻട്രലൈസേഷന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സാണ് ഇതൊക്കെ ഈ പറഞ്ഞത്. അതായത് ഒരു ഊർജ്ജ സമ്പദ് വ്യവസ്ഥ ശിഥിലമായി കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിന് നിലനിൽക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഭരണാധികാരികൾ വളഞ്ഞ വഴികളിലൂടെ രഹസ്യമാർഗങ്ങളിലൂടെ പലതും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ PDS എന്ന് പറഞ്ഞത്. അതൊരു പദ്ധതി സ്മഗിൾ ചെയ്യുകയായിരുന്നു. നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ലേറ്റർ ഇറ്റ് വാസ് അക്സെപ്റ്റഡ് ബൈ ദി ഗവൺമെൻറ് ത്രൂ ഔട്ട് ഇന്ത്യ. അത് ഇന്ത്യയിൽ ആകെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ അത് ആദ്യം കള്ളക്കടത്ത് ചെയ്യപ്പെടുകയായിരുന്നു. എന്തുകൊണ്ട്? സ്മഗിൾ ചെയ്തു. ആ തരത്തിലുള്ള ഒരു സ്മഗ്ലിംഗ് സെൻ്ററാണ് കേരളത്തിലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണം. ഇറ്റ് ഈസ് എ സ്മഗ്ലിംഗ് സെൻറ്റർ. അതായത് നേരത്തെ അത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഴി ഒരു പദ്ധതി സ്മഗിൾ ചെയ്തുകൊണ്ട് വന്നു. പിന്നീട് CDs എന്ന പേരിൽ അതൊരു അനുരഞ്ജനമായി. അതായത് നമ്മളൊരു സ്മഗ്ലറുമായിട്ട് നമ്മൾ അനുരഞ്ജനം നടത്തുകയാണ്. അവൻ നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഈ ഊർജ്ജ സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രഹരമേൽക്കില്ല.
ഇത്രയും വിദേശ കടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളെ തന്നെ കൊല്ലുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ഇപ്പോൾ ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മറ്റുള്ളവന് അടിയറ വയ്ക്കുന്ന ഒരു സമ്പ്രദായത്തിന് നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ട് ഒരു അന്യത്തിരുന്ന ആദ്യം അതൊരു കള്ളവാതിലിലൂടെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിവിടുത്തെ രാജ്യവ്യവസ്ഥയെ ശിഥിലമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാത്തവൻ്റെ രാജ്യം ശിഥിലമാണ്, കയ്യിൽ പൈസ ഇല്ലാത്തവൻ്റെ കാര്യം ശിഥിലമാണ്. അവിടെ നിന്നുകൊണ്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മോഡി ഇരുന്നുകൊണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പാട്ടടിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് നോ മണി വിത്ത് അസ്. നമ്മുടെ കയ്യിൽ സമ്പത്തില്ല. എക്കോണമി എന്ന് പറയുന്നത് തകർച്ചയിലാണ്, ശൂന്യമാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, അതിനിടയിൽ പറയാൻ വിട്ടതാണ് ആത്മഹത്യയുടെ കണക്കുകൾ. ഇന്നലെ എത്ര ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തു വന്നത്? പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വരുന്ന ആത്മഹത്യകൾ മാത്രമാണത്. ആത്മഹത്യകൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യയുടെ കണക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം 118 ആത്മഹത്യകളൊന്നുമല്ല നടക്കുന്നത്, 200 ആത്മഹത്യകളൊന്നുമല്ല നടക്കുന്നത്. നിങ്ങൾ ഓരോ ഗ്രാമത്തിലും പോയി അന്വേഷിക്കുകയാണെങ്കിൽ കേരളത്തിൽ ത്രൂ ഔട്ട് ഒരു ദിവസം എത്ര സൂയിസൈഡ് നടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. അസ്വാഭാവിക മരണങ്ങൾ എത്രയുണ്ടെന്ന് അന്വേഷിച്ച് നോക്കണം. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ഡിപ്രഷൻ. ആദ്യം എക്കോണമിയിലുണ്ടായൊരു ഡിപ്രഷനുണ്ട്. ആ ഡിപ്രഷൻ്റെ തലയിൽ നിങ്ങൾ ലോക്ക്ഡൗണിൻ്റെ ഭാരം കൂടി കയറ്റി വെച്ചപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ കല്ലുവാതിക്കൽ 2 പെൺകുട്ടികൾ, 3 പെൺകുട്ടികൾ ഏർപ്പെട്ടൊരു പ്രശ്നം. അവരുടെ പ്രശ്നം എന്തായിട്ട് അത് അവരുടെ പ്രൈവറ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിന് കേസുണ്ടാവുക, അതിൽ കുറ്റവാളി ഉണ്ടെങ്കിൽ അത് പോലീസ് നോക്കും. പക്ഷേ ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ട് നമുക്ക് തോന്നും. 2 പെൺകുട്ടികളുടെ ആത്മഹത്യ വളരെ അസാധാരണമായിട്ട് തോന്നും. ആ അസാധാരണമായിട്ട് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഫൈൻഡ് സം ഫാൾസ് റീസൺ. എന്തെങ്കിലും ഒരു റീസൺ കണ്ടെത്തി സ്വയം മരിക്കുക എന്നുള്ള തരത്തിൽ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണം അതിനുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ അവിടെ പറയുന്നത് പോലെ ഈ 2 പെൺകുട്ടികൾക്കും പ്രത്യക്ഷത്തിൽ അതിനകത്ത് യാതൊരു പങ്കുമില്ല. എന്നിട്ടും അവരും പറഞ്ഞില്ലേ ഇതിനകത്ത് ഞാൻ പോലീസിൽ ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മരിക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ ആ തരത്തിൽ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡിപ്രഷൻ്റെയും ഇതൊക്കെ ഇത് എന്തിൻ്റെ റിസൾട്ടാണ്? ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലായിട്ടൊരു ഡിപ്രഷൻ വന്നിട്ടുണ്ട്, ഇന്ത്യയിലൊരു എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ഡിപ്രഷൻ വന്നിട്ടുണ്ട്. ബട്ട് ഇൻ പർട്ടിക്കുലർ വെൻ വി കം ടു ഇന്ത്യ, വാട്ട് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഡീസെൻട്രലൈസേഷൻ ഇസ് ദി മേജർ ക്വസ്റ്റ്യൻ. ഇന്ത്യയെ പോലെ താഴോട്ട് പോയിട്ടുള്ള എത്ര രാജ്യങ്ങളുണ്ട്? നമ്മൾ വളരെ കടം വാങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ചില രാജ്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കടം വാങ്ങി പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ടെന്ന്, ഗ്രീസിനെ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലെ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ എത്തിയിട്ടുള്ള മറ്റെത്ര രാജ്യങ്ങളുണ്ട്? നിങ്ങൾ ഡീസെൻട്രലൈസേഷനാണ് അതിന് ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് പറഞ്ഞില്ല, കുറേ MP ഫണ്ട്, MLA ഫണ്ടും മറ്റേ ഫണ്ടും മറിച്ച ഫണ്ടും ഒക്കെ വന്നിട്ട് അതെല്ലാം കൂടെ പലതരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കിഫ്ബി വന്ന് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോയി? നമ്മളീ പറഞ്ഞില്ലേ 1995 മുതൽ 2021 വരെയുള്ള ഇന്ത്യയുടെ ഈ സാമ്പത്തികമായ അവസ്ഥയെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ വി ഹാവ് എ ഡെവലപ്മെൻറ്റ്. നമുക്ക് ഉയർത്തിക്കാട്ടാനായിട്ട് നമ്മളെല്ലായിടവും ഡെവലപ്മെൻറ്റിൻ്റെ ബാനറുകൾ ഇന്ന് വീണ്ടും അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന രാജീവനും മുഖ്യമന്ത്രിയുടെ 2പേരുടെയും പടം അനാച്ഛാദനം ചെയ്തുകൊണ്ട്, അത് പടം അനാച്ഛാദനം ചെയ്താലും മതി, പദ്ധതി ഇല്ലെങ്കിലും വേണ്ടി. അല്ലെങ്കിൽ എല്ലാ കവലകളിലും ഈ ചീഫ് മിനിസ്റ്ററുടെ ഓരോ പ്രതിമ സ്ഥാപിക്കുക. അവിടെ മറ്റേ ഇവരൊക്കെ ചെയ്തതുപോലെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വന്ന അവരുണ്ടല്ലോ, അവർ ആദ്യം അവരുടെ തന്നെ പ്രതിമ ഉണ്ടായിരിക്കുന്നു. മായാവതി, പിന്നെ ഇപ്പോൾ സർദാർ പട്ടേലിൻ്റെ പ്രതിമ, ലോകം മുഴുവൻ പ്രതിമ ഉണ്ടാക്കുന്നത്. അല്ല, പിണറായി വിജയൻ്റെ കുറച്ച് പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ പോരെ? അത്രയും പേർക്ക് പണി കിട്ടും, പ്രതിമ ഉണ്ടാക്കുന്നവർക്ക് പണി കിട്ടും. ഇപ്പോൾ തൊഴിൽ രാഹിത്യം ഇല്ലാതായിത്തീരും. ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതിനിടയിൽ കൊണ്ടുവന്ന് പത്രത്തിലൊരു ഫുൾ പേജ് പരസ്യം കൊടുക്കുകയാണ്, നമ്മൾ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ രംഗത്ത് വൻ കുതിപ്പ് ഉണ്ടാക്കാൻ പോകും. നിങ്ങൾ കുതിച്ച് എവിടെ വരെ ചെന്നെത്തിയിരിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത്രയും പേരെ നിങ്ങൾ ദിവസം ഒരു 10,000-12,000 13,000 പേരെ ദിവസം നിങ്ങൾ രോഗികളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? നിങ്ങൾ എങ്ങോട്ടും നീങ്ങുന്നില്ല. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതി അറസ്റ്റ് ചെയ്യണം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നതാണ്, ഇതിലിപ്പോൾ ഈ പറഞ്ഞില്ല, ഈ ഇതെന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈസ് എ സ്മഗ്ലിംഗ് സെൻറ്റർ.
അത് പിണറായി വിജയൻ്റെ ഓഫീസിൽ മാത്രമല്ല, അതിന് തൊട്ടു മുമ്പ് വരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് വാസ് ആൾസോ എ സ്മഗ്ലിംഗ് സെൻറ്റർ. ദാറ്റ് ഈസ് വൈ ഹി സെഡ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ് ബിക്കോസ് ദർ ഇസ് സലിം രാജ് ആർ ജോപ്പൻ, ഞാൻ അവരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ, ഈ കള്ളക്കടത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പറ്റി അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അതൊരു വലിയൊരു ലാർജ് സ്കെയിൽ പൈപ്പ് ലൈൻ സോളാർ വരുന്നതിനെ പറ്റിയാണ് ഡിസ്കഷൻ നടക്കുന്നത്. അതിനെപ്പറ്റി മുഖ്യമന്ത്രി ഞാനതിൽ ഇടപെട്ടിട്ടില്ല, എനിക്കത് അറിഞ്ഞുകൂടാ, ഞാൻ അയാളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്രോജക്റ്റ് ഈസ് ബീയിങ് സ്മഗിൾഡ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിനുള്ളൊരു കരുവായിട്ടാണ് ഒരു പെൺകുട്ടി അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അവർ ബിസിനസ് നടത്തി ആകെ പൊളിഞ്ഞ് ഈ വിദേശ കമ്പനികളുമായിട്ട് റൂഫ് ടോപ്പ് സോളാറിൻ്റെ ബിസിനസ് നടത്തി ആളുകളുടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ച് കാശ് കൊടുക്കാൻ വയ്യാതെ അറസ്റ്റിലായ ഒരു സ്ത്രീയാണ്. പിന്നെ അവരോട് എന്ത് കാട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഞാൻ അതിലോട്ട് വരാം. വടകരയിൽ 2 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ കള്ളക്കടത്തിൻ്റെ പേരിൽ 1-2 മാർക്സിസ്റ്റുമായിട്ട് ബന്ധമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും യോഗ്യന്മാരാണ് അന്ന് മന്ത്രിസഭയിലിരുന്നവർ. ഈ ഒരു സോളാർ ഇഷ്യൂവുമായിട്ട് അവർ നടത്തിയിട്ടുള്ള വിക്രിയകൾ, ഈ മന്ത്രികളും മന്ത്രിയെ പോലെ തന്നെ പിടിപാടുള്ളവരുമായിട്ട് നടത്തിയിട്ടുള്ള വിക്രിയകൾ, സ്ത്രീ ശരീരത്തിന് മേലെ അവർ നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പരാതി എന്നുള്ള രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് വരുന്നൊരു പ്രശ്നം, അതിലൂടെ എന്തൊക്കെ തരത്തിലുള്ള അഴിമതികളാണ്, അതായത് ഈ പറഞ്ഞല്ലോ രഹസ്യാത്മകമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതായത് ഒരു അധോലോക ധനകാര്യ ഇടപാട് എന്നുള്ള രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൽ ആർക്കോ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാനുണ്ട്. അതിൽ ഷെയർ ആഗ്രഹിക്കുന്നവർ ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്താവുന്നതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ക്ലിക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി മാറി നിന്ന് കൊടുക്കുകയാണ്. അതാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി അടുത്ത ഇലക്ഷന് തോക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഗെയിം എ സ്മഗ്ലിംഗ് സെൻറ്റർ. സ്മഗ്ലിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് രഹസ്യാത്മകമായ ധനകാര്യ ഇടപാടുകളും കച്ചവടങ്ങളും നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുമ്പോഴാണ്. ഇപ്പോൾ തടി വെട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. ആ ഓർഡർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഓർഡറിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്? അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്മഗ്ലിങ്ങിൻ്റേതായ ഒരു ലെവലുണ്ട്. ആ ഒരു ലെവലുണ്ട്, ഒരു കള്ളക്കടത്തിൻ്റേതായിട്ടൊരു ലെവലുണ്ട്. അതിപ്പോൾ അത് ആക്ച്വലായിട്ട് വരുമ്പോഴത്തേക്ക് ഫൈനലായിട്ട് വരുമ്പോൾ അത് കള്ളക്കടത്തായിട്ട് തന്നെ വരുമെങ്കിലും ആ കള്ളക്കടത്തിൻ്റെ അണിയറ ഒരുക്കങ്ങളുണ്ട്. ആ അണിയറ ഒരുക്കങ്ങൾ മന്ത്രിയുടെ ഓഫീസിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉണ്ടായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കടുംപെട്ടെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ട്രേസ് ചെയ്ത 1-2 കേസുകൾ മാത്രമേ അന്ന് ട്രേസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ദി ഓപ്പോസിഷൻ വാസ് നോട്ട് എഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ ഓപ്പോസിഷൻ കൂടി അതിൻ്റെ, അല്ലെങ്കിൽ പ്രതിപക്ഷം കൂടി അതിൻ്റെ ഒരു പങ്കാളിയായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം വലിയ കൂടുതലായിട്ട് കേസുകളൊന്നും പുറത്തു വരായിരുന്നത്. പിന്നെ ഈ ഒരുമാതിരി ഈ പറഞ്ഞില്ലേ, ഈ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചവച്ച് വെച്ചിരിക്കുന്നതിലാണ് മാധ്യമങ്ങൾക്ക് സൗകര്യം, അതാണ് എല്ലാവർക്കും സൗകര്യം എന്നുള്ളതുകൊണ്ട് അതിലോട്ട് അതങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോയി. അതിൻ്റെ പിന്നിലുള്ള സ്മഗ്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നതും അതിൻ്റെ പിന്നിലുള്ള ധനകാര്യ ഇടപാടുകളെന്ന് പറയുന്നതും അതിൻ്റെ പിന്നിൽ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിൻ്റെ കാര്യങ്ങളും അതൊക്കെ അങ്ങ് പറഞ്ഞില്ലേ. ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ വരുമ്പോഴത്തേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പിന്നെയാണ് എം മണി ഇത് ഏറ്റെടുക്കുന്നത്. റൂഫ് ടോപ്പ് സോളാർ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ചൂഷണമാണ്. ആ ചൂഷണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് US കമ്പനീസ് ഓർ ദി വെസ്റ്റേൺ കമ്പനീസ്. വെസ്റ്റേൺ കമ്പനീസിൻ്റെ താല്പര്യത്തിന് വേണ്ടി ചെയ്ത ഒരു കരാറിൻ്റെ ആ തുടർച്ചയാണ്. അത് ഉണ്ടാക്കിയത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് അതൊരു പരസ്യമായ കരാറായിട്ടുണ്ടാക്കി. പക്ഷേ ആ പരസ്യമായ കരാറിന് നമ്മളിവിടെ സബ്സിഡിയുടെ പേരിൽ ആ കരാറിനെ പറ്റി നമ്മൾ മിണ്ടിയിട്ടില്ല. സീതാറാം യെച്ചൂരിയോ പ്രകാശ് കരാട്ടോ ആ കരാറിനെ പറ്റി മിണ്ടിയിട്ടില്ല. ആ കരാർ രാജ്യത്തെ വിൽക്കുന്ന കരാറാണെന്നുള്ള കാര്യം ഗോപ്യമായി വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ റൂഫ് ടോപ്പ് സോളാർ സാർവത്രികമായിട്ട് നടത്തി. KB ഗണേഷ് കുമാറിന് വരെ സബ്സിഡി കിട്ടി. വളരെ ദരിദ്രനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വരെ സബ്സിഡി കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് വളരെ കൃത്യമായിട്ട് നടന്നു. ഈ റൂഫ് ടോപ്പ് സോളാറിൻ്റെ അതിൻ്റെ ഒരു റിപ്പർക്കഷൻ എന്ന് പറയുന്ന അതിൽ വരുന്ന അവിഹിതമായൊരു കാര്യമുണ്ട്. രാജ്യത്തെ വഞ്ചിക്കുന്നു എന്നുള്ളതും പിന്നെ ആ വഞ്ചന
ഈ പരസ്യപ്പെടുത്താതെ രഹസ്യമായിട്ട് അമർത്തി വയ്ക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അത് കഴിയുന്നത്ര പുറത്തു വരാതെ വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതൊരു കള്ളക്കടത്തായിട്ട് മാറുന്നത്. അതായത് അതൊരു ഗവൺമെൻറ് ഒരു കരാറുണ്ടാക്കുന്ന കരാർ പരസ്യമാണ്, അതിൽ സംശയമില്ല. പക്ഷെ ആ കരാറ് കഴിയുന്നത്ര ഗോപ്യമായി കൊണ്ട് നടക്കുന്നതിൽ നമ്മുടെ ഈ ഭരണപക്ഷ പ്രതിപക്ഷ കക്ഷികൾ കാണിച്ച ശുഷ്കാന്തിയാണ്. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. നിങ്ങളിവിടെ പറഞ്ഞില്ലേ റൂഫ് ടോപ്പ് വിൽക്കണമെന്ന് പറഞ്ഞ് RVG മേനോൻ ഇവിടെ പടവാളിളക്കിയപ്പോഴത്തേക്ക് റൂഫ് ടോപ്പ് നല്ലതാണെങ്കിൽ വയ്ക്കണം, ആർക്കും സംശയമില്ല. ഇപ്പോൾ മിക്കവാറും ഉള്ളിടത്തൊക്കെ ഈ ഇതിൻ്റെ ഈ ആൾ ജനറേറ്ററൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. ഈ ലൈറ്റ് പോകുമ്പോൾ അടിക്കടി ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ജനറേറ്ററിൻ്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അടിക്കടി അവരത് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ജനറേറ്ററൊക്കെ ഒരു പരിധി വരെയൊക്കെ വിറ്റുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ഈ കറണ്ട് കെട്ടുണ്ടാകാറില്ല. പിന്നെ റൂഫ് ടോപ്പും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് കെട്ട് അങ്ങനെ ഉണ്ടാകാറില്ല. ഉണ്ടായാലും അത് ഇഫക്റ്റീവ് ആകില്ല. ആളുകൾ കൂടുതൽ നേരം ഇരുട്ടത്തിലാവില്ല. ഒരു ചെറിയ വിഭാഗം ആൾക്കാർ മാത്രമേ അതുകൊണ്ട് കഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല നേരത്തെ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺസിക്യൂട്ടീവായിട്ട് ലോഡ് ഷെഡിങ് നടത്തുമ്പോഴത്തേക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്താൻ നമ്മൾ നിർബന്ധിതരായി തീരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് റൂഫ് ടോപ്പ് സോളർ എന്ന് പറയുന്നതിന് അതിനൊരു ഉപാധിയാണെന്ന് കാണും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് റൂഫ് ടോപ്പ് സോളർ ആകാം, അതിന് ബദലാകാം. അങ്ങനെ ലോഡ് ഷെഡിങ് വരുമ്പോൾ അതിനൊരു ബദൽ എനർജി ആകും. പക്ഷേ ആ ബദൽ എനർജിക്ക് രാജ്യത്തെ ഒറ്റുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൂഫ് സോളാറിൻ്റെ സാങ്കേതിക വിദ്യ നിർമ്മിക്കുകയില്ലെന്നും നിർമ്മിച്ചാൽ തന്നെ നമ്മളത് ഇവിടെ ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു കരാറിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അതൊരു കള്ളക്കടത്താണെന്ന് ഞാൻ പറയുന്നതിന് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടുത്തെ ഭരണകക്ഷിയും ഇവിടുത്തെ പ്രതിപക്ഷവും ഒരേപോലെ അതിനെ രഹസ്യമായി സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ജനങ്ങളിൽ നിന്ന് രഹസ്യമായിട്ട് സൂക്ഷിച്ചു. നിങ്ങൾ കരാറുണ്ടാക്കി, നിങ്ങൾക്കെതിരെ കേസുണ്ടായി, അവസാനം നിങ്ങളത് വയലേറ്റ് ചെയ്തു പറഞ്ഞ് കേസുണ്ടായി, ഗാഡ് കരാറിൻ്റെ വയലേഷനാണെന്ന് പറഞ്ഞ് കേസുണ്ട്. ഇതൊന്നും ജനങ്ങളറിയുന്നില്ല. അത് പറയേണ്ടത് ഭരണപക്ഷം പറയണോ, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയണോ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു ചർച്ച നടക്കണം. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ അവിടെ ഇറ്റ് വാസ് സ്മഗിൾഡ്. അതൊരു സ്മഗ്ലിംഗ് ആയിരുന്നത് കൊണ്ടാണ് അത് കേരളത്തിലെത്തുമ്പോൾ അവസാനം അതൊരു നാറ്റ കേസായിട്ട് മാറുന്നത്. അത് ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണെന്ന് ഞാൻ പറയില്ല. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലിരിക്കാൻ ഉമ്മൻചാണ്ടി യോഗ്യനല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ചെയ്താൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ ഏറ്റവും ജീർണമായ വശം ഈ ഒരു ഗോപ്യമായി കടത്തിക്കൊണ്ടുവന്നൊരു കരാർ. അതിന് കേന്ദ്ര സബ്സിഡിയും കേരള ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും കൊടുത്താണ് ഇതിനെ ഈ ബിസിനസ്സിനെ റേസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതാണ് അതിനേക്കാളും കഷ്ടം. സ്റ്റേറ്റ് എക്സ്ചക്കർ എന്ന് അത് നമ്മളിവിടെ ഉൽപ്പാദനം നടത്തുകയില്ല എന്നുള്ളത് മാത്രമല്ല, അടുത്ത കണ്ടീഷൻ ഇത് ഇവിടെ വിൽപ്പന സമൃദ്ധമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും, കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും. നമ്മുടെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും എക്സ്ചക്കർ എന്ന് പണവും കൂടെ എടുത്തു കൊടുത്താണ് ഈ ബിസിനസ് അവൻ്റെ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് നമ്മുടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാശ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എതിർക്കാമോ? ഇല്ലെന്നുള്ള കാര്യം. സബ്സിഡിയുടെ ഇഷ്യൂ വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഇതിന് സബ്സിഡി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരെങ്കിലും എതിർത്ത കാര്യം ഒരു പുതിയ സ്രോതസ് വരികയല്ലോ, അപ്പോൾ നമ്മൾ സബ്സിഡി കൊടുക്കുകയല്ലോ. അപ്പോൾ കേന്ദ്രം സബ്സിഡി കൊടുക്കുന്നു, കേരളം സബ്സിഡി കൊടുക്കുന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വൈദ്യുത നിലയങ്ങൾ, ജലവൈദ്യുത നിലയങ്ങൾ ഉണ്ടാക്കിക്കൂടെ? അവിടെയൊക്കെ പരിസ്ഥിതി പ്രശ്നമായിട്ട് വരും. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് എങ്ങനെയാണ് ഒരു കരാറ് അത് ഒരു അണ്ടർ വേൾഡ് എഗ്രിമെൻ്റായിട്ട് മാറുന്നത്. അതായത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ധനകാര്യ സംബന്ധമായ കാര്യങ്ങളും അതിൻ്റെ ഒരു എക്കോണമിയുടെ സൈഡും. അങ്ങനെ ഒരു കരാറുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എക്കോണമിയുടെ സൈഡുണ്ട്. അത് വളരെ വിദഗ്ധമായി ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്നുള്ളത്. ഇവിടെ കുറേ അധികം മാധ്യമങ്ങളുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കരാറുണ്ടാക്കി നമ്മളിവിടെ തദ്ദേശീയമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉൽപ്പാദിപ്പിക്കുകയിലോ അഥവാ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഇതിനു വേണ്ടി റൂഫ് ടോപ്പ് സോളാർ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുകയില്ല, നമ്മൾ പുറമേയുള്ള കമ്പനികൾ വിദേശ കമ്പനികളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൈക്കൂലി വാങ്ങുന്നു, ഇന്ത്യ ഗവൺമെൻറ് ഒരു കൈക്കൂലി വാങ്ങുന്നു. ഈ കാര്യം ഏതെങ്കിലും പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വയലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് കേസ് വരുന്നു. കേസ് കുറേ വർഷം പറഞ്ഞ അവസാനം നമുക്കെതിരെ വിധി വരുന്നു, ഗാഡ് കരാർ വയലേഷന് വിധി വരുന്നു. എന്നിട്ട് ഗാട്ടിൻ്റെ ആളായിരുന്നിട്ട് ഈ മാതൃഭൂമി അതിനെപ്പറ്റി ഒരു അക്ഷരം എഴുതിയിട്ടുണ്ടോ? ഗാട്ടിനെ പറ്റി പണ്ട് MP വീരേന്ദ്രകുമാർ ഈ ശ്രേയസ് കുമാറിൻ്റെ പിതാവ്
കാട്ടുകരാറിനെ പറ്റിയൊക്കെ ഘോരഘോരമൊക്കെ എഴുതിയിട്ടുള്ള ആളാണല്ലോ. കാട്ടുകരാർ വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇന്ത്യയുടെ പേരിലൊരു കേസ് വന്നതും ഇന്ത്യക്കെതിരെ വിധി വന്നതും മാതൃഭൂമിയിൽ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, ദിസ് ഈസ് ദി വേ യു സ്മഗിൾ സംതിങ്. ജനങ്ങളുടെ കണ്ണുകളെ മറച്ചുകൊണ്ട് ഒരു ഇത് കടത്തിക്കൊണ്ട് വരിക മാത്രമല്ല, ആ തെറ്റായ ഒരു കരാർ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ എക്കോണമിയെ നമ്മൾ അണ്ടർമൈൻ ചെയ്യുന്ന, നമ്മുടെ ഊർജ്ജ സമ്പദ് വ്യവസ്ഥയെ അണ്ടർമൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ആ കരാറിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നു, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും. അതാണ് അതിൻ്റെ പ്രാധാന്യം. നമുക്കിപ്പോൾ സൗരോർജ്ജം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉഷ്ണരാജ്യമായ ഇന്ത്യയിൽ മറ്റേത് രാജ്യത്തുണ്ടാക്കുന്നതിനേക്കാളും സൗരോർജ്ജ ഉൽപ്പാദനത്തിനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. നേരത്തെ എൻഡോസൾഫാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ജനറിക് പെസ്റ്റിസൈഡ്സ്, ലെസ് ഹാംഫുള്ളായിട്ടുള്ള ജനറിക് പെസ്റ്റിസൈഡ്സ് വേണ്ട, കുറേ കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള പേറ്റൻറ്റ് പെസ്റ്റിസൈഡ്സ് വേണമെന്ന് പറയുന്ന ആരുടെ തീരുമാനമാണ്? ആ തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ വരുന്ന അപകടം എന്താണ്? ആ അപകടമാണ് ഒരു പറഞ്ഞില്ലേ കാസർഗോഡ് നമ്മൾ കണ്ടത്. അവിടെയൊക്കെ വരുന്നൊരു വലിയൊരു ഈ പറഞ്ഞില്ലേ ഈ ഇത് വരുന്ന എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യവും. നമുക്ക് ഇവിടെ സൗരോർജ്ജം വേണമെങ്കിൽ നമുക്കിവിടെ അത് ഉൽപ്പാദിപ്പിക്കാമെന്നിരിക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ട, അവൻ്റെ സാങ്കേതിക വിദ്യ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതി. ഫിറ്റ് ചെയ്യാനുള്ള കൂലി നിങ്ങൾക്ക് തന്നേക്കാം, പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൈക്കൂലി തന്നേക്കാം, പിന്നെ നിങ്ങളുടെ ഗവൺമെൻറ്റുകൾ ഇതിൻ്റെ ഈ വ്യാപാരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ്റിന് സബ്സിഡി കൊടുക്കണം. എന്ന് വെച്ചാൽ ഞങ്ങൾ കാശ് തന്നിട്ടുണ്ടല്ലോ, അഡ്വാൻസ് നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് ഈ വ്യാപാരം ഇവിടെ വിപുലീകരിക്കാൻ വേണ്ടി നമ്മൾ കാശ് തന്നിട്ടുണ്ട്. ആ കാശ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അവരുടെ ഷെയർ എന്ന രീതിയിൽ സബ്സിഡി കൊടുക്കുക. ഇത് നമ്മുടെ എക്കോണമി എങ്ങനെയാണ് ബാധിക്കുക? ഇത് ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് വളരെ സമൃദ്ധമായിട്ട് നടന്നത്. ഈ റൂഫ് ടോപ്പ് സോളാറിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് കഴിഞ്ഞിട്ട് ഇവർ റൂഫ് ടോപ്പ് സോളാറിൻ്റെ ആൾക്കാർ ഈ മേജറായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പൈപ്പ് ലൈൻ സോളാറിലേക്ക് മാറിയപ്പോഴാണ് ഈ റൂഫ് ടോപ്പ് സോളാറിൻ്റെ ഈ ട്രാപ്പിൽപ്പെട്ട ഒരു സംരംഭക പിന്നീട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഒരു പാറമട മുതലാളിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരികയും അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാകുകയും അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് സബ്സിഡിയെ പറ്റി സംസാരിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഞാനിങ്ങനെ ഒരാളിനെ കണ്ടില്ല, സംസാരിച്ചില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് സ്മഗ്ലിങ്. അതായത് സംതിങ് ഈസ് ബീയിങ് സ്മഗിൾഡ്. അതായത് ഞാനറിയാതെ കാണാതെ ഇതിങ്ങനെ നടന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. ആൻഡ് ദിസ് ഈസ് ക്രിപ്റ്റോ ക്യാപിറ്റലിസം. അതായത് വളരെ രഹസ്യമായ വളഞ്ഞ വഴികളിലൂടെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അതായത് നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരാണ്, നമ്മുടെ എക്കോണമിയെ തകർക്കുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഭരണത്തിലിരിക്കുന്നവർ അതിനുവേണ്ടി പിൻവാതിൽ തുറന്നു കൊടുക്കുന്ന പിൻവാതിൽ ഭരണത്തിൻ്റെ തുടക്കമായിരുന്നു. ആ പിൻവാതിൽ ഭരണം ഏറ്റവും അധികം വികാസം പ്രാപിക്കുന്നത് പിണറായി വിജയൻ്റെ കാലത്താണ്. അതായത് ഒന്നും അറിയാത്ത ഉമ്മൻചാണ്ടി ഇത് ഞാനൊന്നും അറിഞ്ഞില്ല, ഇത് ജോപ്പനും സലിൻരാജും മറ്റവരും മറിച്ചവരും എല്ലാം കൂടെയാണ് എന്ന് പറഞ്ഞതുപോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു നിലവിളി പിന്നെ ഏറ്റവും അധികം ഉച്ചത്തിൽ കേൾക്കുന്നത് പിണറായി വിജയൻ്റെ കാലത്താണ്. ആ നിലവിളിയുടെ അന്ത്യത്തിലാണ് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ ചെന്ന് നിൽക്കുന്നത്. കള്ളക്കടത്ത്, സ്മഗ്ലിങ്, ഇതെല്ലാം ഒരു ചെയിനിൽ വരുന്ന കള്ളക്കടത്താണ്. സ്വർണം മാത്രമല്ല കള്ളക്കടത്ത്, പല പദ്ധതികളും കള്ളക്കടത്ത് ചെയ്യുന്നുണ്ട്, പല സമ്പ്രദായങ്ങളും കള്ളക്കടത്ത് ചെയ്യുന്നുണ്ട്. ആ കള്ളക്കടത്തിൻ്റെ ആ ഒരു ഏറ്റവും ഒരു സമ്പന്ന കാലമാണ്, അതിൻ്റെ ഒരു പൂക്കാലമാണ് പിണറായി വിജയൻ്റെ ഭരണകാലമെന്ന്. കള്ളക്കടത്തിൻ്റെ പരമ്പരകൾ ഓരോന്നായിട്ട് ഓരോ പ്രോജക്ട്സ് വരും, അതിൽ ഓരോന്നിലും ഓരോ കള്ളക്കടത്തുണ്ടാകും. ആ കള്ളക്കടത്തിൻ്റെ പരമ്പരകൾ, ആ കള്ളക്കടത്തിൻ്റെ കാർമ്മികനായിരുന്ന ഒരാൾ വീണ്ടും ഞാൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് നെഞ്ചുന്തിച്ചു കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എന്തായിരുന്നാലും, അദ്ദേഹം എത്ര ധീരനായിരുന്നാലും അദ്ദേഹത്തിന് ആ കസേരയിലിരിക്കാൻ അവകാശമില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കള്ളക്കടത്ത് നടത്താനായിട്ടല്ല നമ്മളൊരു മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കേണ്ട, കള്ളക്കടത്ത് നടത്തി ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ
കാപ്പി കൃഷി ചെയ്തിരുന്ന കൊളംബോയിലെ കർഷകൻ കൊക്കൈൻ കൃഷി ചെയ്തോട്ട് ഇന്ന് ഗവൺമെൻറ് ഒരു അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. കൊക്കൈനാണെങ്കിൽ കൊക്കൈനാകട്ടെ, നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് കള്ളക്കടത്തും ഈ ഡ്രഗ്സും അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ നടത്താൻ വേണ്ടിയല്ല നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് കഴിഞ്ഞ ഭരണകാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കുളം തോണ്ടിയത് കൊണ്ടാണ് മുൻകാലങ്ങളെക്കാളും ഒരു റെക്കോർഡ് വായ്പ നമുക്ക് എടുക്കേണ്ടി വന്നത്. ഒരു 5 വർഷം കൊണ്ട് നമ്മളെടുത്ത വായ്പ എന്ന് പറഞ്ഞത് മുൻകാലങ്ങളിൽ നമ്മളെടുത്ത വായ്പയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വായ്പയാണ്. ആ വായ്പാ തോതിൽ വന്നിരിക്കുന്ന വളർച്ച എന്ന് പറയുന്നത് മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വളർച്ചയാണ്. അതും പോരാഞ്ഞിട്ടാണ് പിന്നെ കിഫ്ബി വഴി വേറെയും വായ്പ എടുക്കാൻ വേണ്ടി നമ്മൾ സമ്പ്രദായം ഉണ്ടാക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഈ ചർച്ചയിലേക്കാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങളൊരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആരുടെ ബഡ്ജറ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സോളാർ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നത്. പദ്ധതി അവൻ്റേതാണ്. ലൈഫ് മിഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു. ലൈഫ് മിഷനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് റെഡ് ക്രസൻറ്റിൻ്റെ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണം? കിഫ്ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റ് അല്ലാത്ത കിഫ്ബി എന്ന് പറയുന്ന ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെ അതിൻ്റെ ധനകാര്യാവസ്ഥയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ട്രഷറി എന്തുമാത്രം റെഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പബ്ലിക് ട്രഷറി എന്തുമാത്രം റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ പുറത്തുകൂടെയും താഴെക്കൂടെയും മേലെക്കൂടെയും ഒരുപാട് ധനകാര്യ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ അടച്ചുപൂട്ടിക്കൊണ്ട് അത് ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടമെടുക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെ കടം വീട്ടാനുള്ളതാണ് നമ്മുടെ ട്രഷറിയിൽ വന്നു ചേരുന്ന ധനം. ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയപ്പോഴത്തേക്ക് കുറച്ച് കാശ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഈ കാശെല്ലാം നമ്മൾ ചിലവാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അവൻ കടം വാങ്ങുന്നുണ്ട്, ബോഡി കോർപ്പറേറ്റ് കടം വാങ്ങുന്നുണ്ട്. മുത്തൂറ്റിൻ്റെ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇത് എന്ത് ഭരണമാണ്? ഇതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണം ചെയ്യും? അത് നമുക്കടുത്ത് ഡിസ്കസ് ചെയ്യാം.